അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്കേവർക്കും അറിയാവുന്നതാണ്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഈ ഭൂമിയിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ മാർഗ്ഗരേഖ നമ്മേവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ചെറുകാര്യം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുപറയാതെ പോയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി തുമ്മിയാൽ എന്തു ചെയ്യണമെന്നുള്ളത്. ശ്വാസം തെളിയിച്ചിട്ടുണ്ട്, ഒരു വ്യക്തി തുമ്മിക്കഴിഞ്ഞാൽ അവൻ്റെ ശ്വാസകോശം ഒരു നിമിഷത്തേക്ക് നിലക്കുന്നതാണ്. അത് വീണ്ടും പ്രവർത്തിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ ചെയ്യുക, അവനെ സ്തുതിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും 2 വ്യക്തികൾ തുമ്മുകയുണ്ടായി. അതിൽ ഒരു വ്യക്തിക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇർഹമുക്കുമുല്ലാഹ് പറയുകയും മറ്റേ വ്യക്തിക്ക് പറയാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പറയാതിരുന്ന വ്യക്തി റസൂലിനായി ചോദിച്ചു, അല്ലേ റസൂലെ, അങ്ങ് എന്തിനാണ് എനിക്ക് വേണ്ടി ഇർഹമുക്കുമുല്ലാഹ് പറയാതിരിക്കുകയും മറ്റേ വ്യക്തിക്ക് വേണ്ടി ഇർഹമുക്കുമുല്ലാഹ് പറയുകയും ചെയ്തത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാദാ ഹമിദല്ലാഹ് വ ഇന്നക ലം തഹ്മിദില്ലാ. കാരണം അദ്ദേഹം അള്ളാഹുവിനോട് സ്തുതിക്കുകയും താങ്കൾ അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്ന് 4 ആളുകൾ കൂടുമ്പോൾ ഒരു വ്യക്തി തുമ്മിയാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് അവനേറെ മടിയുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള സുന്നത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.